ഹലോ വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്ന റെസിപ്പി ചിക്കൻ കുറുമയാണ്. റെസ്റ്റോറൻറ്റുകളിലൊക്കെ കിട്ടുന്ന അതേ ടേസ്റ്റുള്ള ഒരു ചിക്കൻ കുറുമയുടെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ നമുക്കിതെങ്ങനെ എളുപ്പത്തിൽ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് തന്നെ ഞാനൊരു പാനിലേക്ക് വെളിച്ചെണ്ണയാണ് കേട്ടോ ഒഴിച്ച് കൊടുക്കുന്നത്. ഇനി ഇതിലേക്കൊരു സവോള കട്ട് ചെയ്താണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതിലോട്ടൊരു 10 വെളുത്തുള്ളി അല്ലി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ചെറുതായത് കാരണം 10 എണ്ണം ചേർത്ത് കൊടുത്തത്. വലുതാണെങ്കിൽ ഒരു 7 എണ്ണം 8 എണ്ണമൊക്കെ ചേർത്താൽ മതി കേട്ടോ. പിന്നെ ഒരു കഷ്ണം ഇഞ്ചി കട്ട് ചെയ്തും ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 3 പച്ചമുളകും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് നല്ലവണ്ണം ഒന്ന് വഴറ്റിയെടുക്കണം കേട്ടോ. ചെറുതായിട്ടൊന്ന് കളറ് മാറി തുടങ്ങുന്നത് വരെ വഴറ്റിയെടുക്കണം. സവോളയെല്ലാം കളറ് മാറി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഞാനപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് വേറൊരു പാത്രത്തിലോട്ട് മാറ്റുകയാണ്. തണുക്കുന്ന സമയം കൊണ്ട് നമുക്ക് ആ പാനിൽ തന്നെ വെളിച്ചെണ്ണ ഒഴിച്ച് ഇതിലേക്ക് ഒരു 3 ഏലക്കായും പിന്നെ ഒരു ചെറിയ കഷ്ണം പട്ടയും ഒരു 4 കരയാമ്പൂവും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലോട്ട് ഒരു 2 ടീസ്പൂണ് മല്ലിപ്പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ടീസ്പൂണ് കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നല്ലവണ്ണം ഒന്ന് വഴറ്റിയെടുക്കണം. ചെറുതായിട്ടൊന്ന് കളറ് മാറി തുടങ്ങിയാൽ ഇതിലോട്ട് ഒരു കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ലോ ഫ്ലെയിം ആക്കിയിട്ട് വേണം എടുക്കാനായിട്ട്. അപ്പോൾ ഇത് ചെറുതായിട്ടൊന്ന് കളറ് മാറിയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ഇത് കരിഞ്ഞു പോവാതെ ശ്രദ്ധിക്കണം കേട്ടോ. അതല്ലെങ്കിൽ കറിക്ക് അതിൻ്റെ സ്മെല്ല് വരും. എന്നിട്ട് നല്ലവണ്ണം ഒന്ന് മിക്സാക്കി കൊടുക്കാം. ഇതൊന്ന് ചെറുതായിട്ട് തിള വരുമ്പോൾ ഇതിലോട്ട് അടിച്ചു വെച്ച സവോളയും വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ വഴറ്റിയെടുത്തിട്ടുണ്ടല്ലോ, അത് ബ്ലെൻഡ് ചെയ്തെടുത്തതാണ്, അത് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ മിക്സിയുടെ ജാറിലേക്ക് ഒരല്പം വെള്ളം ഒഴിച്ച് അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഞാനപ്പോൾ ഈ ഒരു സമയത്ത് ഇതിലോട്ട് ചേർക്കാനായിട്ടൊരു 15 അണ്ടിപ്പരിപ്പ് വെള്ളത്തിലിട്ട് കുതിർത്താനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കണം മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുത്തിട്ട്. ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നത് തേങ്ങാപ്പാലാണ് കേട്ടോ. ഞാനപ്പോൾ ഒരു തേങ്ങയുടെ പാല് എടുത്തിട്ട് 2ാം പാലാണ് ഒഴിച്ച് കൊടുക്കുന്നത്. 1ാം പാല് മാറ്റി വെച്ചിട്ടുണ്ട്. ആദ്യം ഒരല്പം വെള്ളം ഒഴിച്ച് കൊടുത്ത് 1ാം പാൽ എടുത്തിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ 2ാം പാൽ എടുത്തു, അതാണ് കേട്ടോ ഒഴിച്ച് കൊടുക്കുന്നത്. അപ്പോൾ 1ാം പാൽ 2ാം പാലൊക്കെ എല്ലാവർക്കും എടുക്കാൻ അറിയുമല്ലോ. അപ്പോൾ ഞാനത് ഡീറ്റെയിൽ ഒന്നും കാണിക്കുന്നില്ല. ഒരു 450 ഗ്രാം ചിക്കനാണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഇതൊന്ന് അടച്ചു വെച്ച് കുക്ക് ചെയ്തെടുക്കാം. ചിക്കനൊക്കെ വെന്ത് വന്നതിന് ശേഷം ഇതിലോട്ട് 1ാം പാലുണ്ടല്ലോ അതും പിന്നെ അണ്ടിപ്പരിപ്പ് അരച്ചെടുത്തതുണ്ടല്ലോ അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് അടച്ചു വെച്ച് ചെറുതായിട്ടൊന്ന് തിള വന്നിട്ടാണ് കേട്ടോ ഫ്ലെയിം ഓഫ് ചെയ്തത്. അപ്പോൾ അത് വീഡിയോ സ്കിപ്പായതാണ്. ഇനി നമുക്ക് ഇതിലോട്ട് ടീസ്പൂണ് നെയ്യാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഒരു 4 പച്ചമുളക് കട്ട് ചെയ്തതും ഒരല്പം കറിവേപ്പിലയും 1 ടീസ്പൂണ് വലിയ ജീരകത്തിൻ്റെ പൊടിയും ചേർത്ത് കൊടുത്തൊന്ന് വഴറ്റിയെടുത്ത് കറിയിലോട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അത് കറിയൊക്കെ കണ്ടോ നല്ലവണ്ണം തിക്കായി വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് അണ്ടിപ്പരിപ്പ് നെയ്യിലൊന്ന് വറുത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാനൊരു പാനിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഇതിലോട്ട് കാഷ്യൂ ചേർത്ത് കൊടുത്തിട്ടൊന്ന് ചെറുതായിട്ട് കളറ് മാറി തുടങ്ങിയാൽ ഫ്ലെയിം ഓഫ് ചെയ്ത് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. റെസ്റ്റോറൻറ്റുകളിലൊക്കെ നമ്മൾ കഴിക്കുന്ന അതേ ടേസ്റ്റുള്ളൊരു കറിയാണ് കേട്ടോ ഇത്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. അടുത്ത റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക്